ബീഹാറിൽ ആദ്യഘട്ട വോട്ടെടുപ്പ് മറ്റന്നാൾ. ലോകം ന്യൂയോർക്കിലേക്ക് ഉറ്റുനോക്കുമ്പോൾ രാജ്യം ബീഹാറിലേക്കാണ് നോക്കുന്നത്. ബീഹാറിൽ ഒന്നാം ഘട്ട തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ആവേശകരമായ സമാപനം. 121 മണ്ഡലങ്ങളിലെ വോട്ടർമാർ മറ്റന്നാൾ പോളിംഗ് ബൂത്തിലെത്തും. ദേശീയ നേതാക്കളെ അണിനിരത്തിയ റോഡ് ഷോയും മണ്ഡലങ്ങളിലെ റാലിയുമൊക്കെയായി ഹൈ വോൾട്ടേജിലായിരുന്നു കലാശക്കൊട്ട്. പോളിംഗ് ശതമാനം ഉയർത്താൻ സ്ത്രീകൾ മുന്നിട്ടിറങ്ങണമെന്ന് പ്രധാനമന്ത്രി ആവശ്യപ്പെട്ടു. NDA 160 സീറ്റിലധികം നേടി അധികാരത്തിലെത്തുമെന്ന് അമിത്ഷാ അവകാശപ്പെട്ടു. അതേസമയം തൊഴിൽ രഹിതരുടെ സംസ്ഥാനമായി ബീഹാറിനെ മാറ്റിയത് നിതീഷ് എന്നായിരുന്നു രാഹുൽ ഗാന്ധിയുടെ വിമർശനം. മാറ്റത്തിന്റെ അലയൊലികളാണ് ബീഹാറിലാകെയെന്ന് തേജസ്വി യാദവ് പ്രതികരിച്ചു. വിവരങ്ങളുമായി മനു ഭരത്. മനു, പ്രചാരണ ഘട്ടത്തിലുടനീളം ഈ വാദപ്രതിവാദങ്ങളും ആരോപണ പ്രത്യാരോപണങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അത് ഈ അവസാന നിമിഷം വരെയും ഉണ്ടാവുകയാണ്. ഒടുവിൽ എന്താണ് സംഭവിക്കുക എന്നതിലേക്കാണ് ഉറ്റുനോക്കുന്നത്. ഈ ആദ്യഘട്ടം എത്രത്തോളം നിർണായകമാണ്? എന്തൊക്കെയാണ് ഏറ്റവും പുതിയ വിവരങ്ങൾ? ബീഹാറിനെ സംബന്ധിച്ചിടത്തോളം ആദ്യഘട്ടം നിർണായകമാകുന്നത് രണ്ട് കാരണങ്ങൾ കൊണ്ടാണ്. ഒന്ന്, ആദ്യഘട്ടത്തിൽ തേജസ്വി ഉൾപ്പെടെയുള്ള പ്രമുഖർ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നു. രണ്ടാമത്തെ കാര്യം, ആദ്യഘട്ടത്തിലെ പ്രകടനം BJPയെ സംബന്ധിച്ചിടത്തോളം അവരുടെ വിജയത്തിൽ ഒരു നിർണായക പങ്ക് ഉണ്ടെങ്കിൽ തന്നെ അത് ഒരു നിർണായക പങ്ക് വഹിക്കും. കാരണം കഴിഞ്ഞ തവണ ഈ ആദ്യഘട്ടം തെരഞ്ഞെടുപ്പ് നടക്കുന്ന മണ്ഡലങ്ങളിൽ RJDക്ക് വലിയ സ്വാധീനമുണ്ടായിരുന്നു. BJPയെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമായ ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ പ്രധാനമന്ത്രിയും അമിത്ഷാ ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കൾ തന്നെ നേരിട്ടിറങ്ങി പ്രചരണത്തെ നയിക്കുന്ന ഒരു കാഴ്ചയാണ് ബീഹാറിൽ നമുക്ക് കാണാൻ കഴിഞ്ഞു. ഇന്ന് പ്രധാനമന്ത്രി താഴെത്തട്ടിലുള്ള പ്രവർത്തകരുമായൊക്കെ സംവദിച്ചു. മേരെ ബൂത്ത് സബ്സെ മസ്ബൂത്ത് എന്ന ഒരു മുദ്രാവാക്യം, അതായത് എൻ്റെ ബൂത്താണ് ഏറ്റവും ശക്തമായ ബൂത്ത് എന്ന തരത്തിലുള്ള ഒരു പ്രചരണം, ഒരു മുദ്രാവാക്യം നേരത്തെ BJP ഉയർത്തിയിരുന്നു. അതെന്ന് പ്രവർത്തകർക്ക് നൽകിക്കൊണ്ടാണ് പ്രധാനമന്ത്രി ഈ പദ്ധതിയിൽ അവരുമായി സംവദിച്ചത്. അതേസമയം അമിത്ഷാ ഇന്ന് 3 റാലികളിൽ പങ്കെടുത്തു. രാജ്നാഥ് സിംഗ് ആകട്ടെ ഇന്ന് 5 ഇടങ്ങളിൽ പ്രചരണ രംഗത്ത് ഉണ്ടായിരുന്നു. രാഹുൽ ഗാന്ധിയും 3 പ്രചരണ രംഗത്തുണ്ടായിരുന്നു. അതുപോലെ BJP അവരുടെ ഈ മറ്റ് സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരെ അവിടെ പ്രചരണത്തിനായി എത്തിച്ചിട്ടുണ്ട്. അപ്പോൾ യോഗി ആദിത്യനാഥിനെ പോലുള്ളവർ, ഡൽഹി മുഖ്യമന്ത്രിയൊക്കെ അവിടെ ഇന്ന് പ്രത്യേക റോഡ് ഷോ പലയിടങ്ങളിൽ നടത്തുന്നുണ്ട്. അപ്പോൾ 121 മണ്ഡലങ്ങൾ BJPയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നിർണായകമായ മണ്ഡലങ്ങളാണ്. 1314ഓളം സ്ഥാനാർത്ഥികളാണ് ഇവിടെ ജനവിധി തേടുകയും ചെയ്യുന്നത്. അപ്പോൾ സ്വാഭാവികമായും ഈ ആദ്യഘട്ടം എന്നത് എന്തുകൊണ്ടും പ്രാധാന്യമർഹിക്കുന്നതാണ്. ബീഹാറിൻ്റെ ആദ്യഘട്ട തെരഞ്ഞെടുപ്പ് നടക്കുന്ന മണ്ഡലങ്ങൾ നിശബ്ദ പ്രചരണത്തിലേക്ക് നീങ്ങിയിരിക്കുന്നു. ഈ ആദ്യഘട്ടത്തിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പിലാണ് BJPയുടെ അവിടുത്തെ ഏറ്റവും മുതിർന്ന നേതാവ് സാമ്രാട്ട് ചൗധരി തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. തേജസ്വി തെരഞ്ഞെടുപ്പിനെ നേരിടുന്നു. സഹോദരൻ തേജ് പ്രതാപ് യാദവ് ലാലുമൊക്കെ ഉടക്കി വേറൊരു പാർട്ടി എന്ന നിലയിൽ മത്സരിക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ വിധിയും ജനവിധിയും ഈ ആദ്യഘട്ടത്തിലാണ് നിർണ്ണയിക്കുന്നത്. മനു ഭരത്താണ് വിവരങ്ങൾ നൽകിയത്.